ചേട്ടാ നമസ്കാരം. എന്താ പരിപാടി? ജീവിച്ചിരിപ്പ് എന്താ ഇരിക്കുമ്പോ റീത്തൊക്കെ വെച്ചിട്ട്? ഇത് ഇവർക്ക് വേണ്ടി റീത്ത് വെച്ചതാ. ആർക്ക് വേണ്ടി? നമ്മുടെ നാഷണൽ ഹൈവേക്ക് വേണ്ടി. നാഷണൽ ഹൈവേ ചേട്ടനോട് എന്താ ചെയ്തത്? ഇങ്ങനെ ഒരു ഫ്ലെക്സും റീത്തും വെച്ച് ഇവിടെ നിൽക്കാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? നമുക്കറിയാം, ഒരു 15 കിലോമീറ്റർ ചുറ്റളവില് 4 അടിപ്പാതയുടെ പണി നടക്കുന്നുണ്ട്. പക്ഷേ ഈ സർവീസ് റോഡൊന്നും അവര് ഭംഗിയായിട്ട് വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 9 മണിക്കൂറൊക്കെയാണ് തിങ്കൾ ശനിയാഴ്ച ഈ അമ്പലൂർ തുടങ്ങിയിട്ട് നമ്മുടെ ചെറങ്ങര വരെയുള്ള ബ്ലോക്ക്. ഇവിടെ ഇത്രയും ജനങ്ങൾ ഉണ്ടായിട്ട് ചേട്ടൻ ഇതിന് പ്രതികരിക്കാൻ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ? എൻ്റെ നാട്, എൻ്റെ ഗ്രാമം. കാരണം നമ്മളൊക്കെ ഓരോരുത്തരും പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ്? പ്രതികരിച്ചാലാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് തന്നെ. കാരണം ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രതികരണം ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? സമരങ്ങൾ ഇഷ്ടം പോലെയാണ്. എന്തൊക്കെയാ വൈറലായ എന്തെങ്കിലും? വൈറലായത് ഇപ്പൊ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ അപ്പുറത്തെ വെള്ളം കെട്ട് 4 ദിവസം അടുപ്പിച്ച് ഞാൻ അവിടെ സമരത്തിനിരുന്നു. അപ്പൊ ആ വെള്ളം കെട്ട് അവിടെ നിന്ന് മാറ്റി. പിന്നെ ചാലക്കുടി പുഴയിൽ വീണ ഒരു വലിയൊരു വണ്ടി ഉണ്ടായിരുന്നു. അത് ഒരു വർഷത്തോളം വെള്ളത്തിൽ കിടക്കായിരുന്നു. അതിന് സമരം ചെയ്തു, അതെടുത്ത് മാറ്റി. പിന്നെ ചാലക്കുടി അടിപ്പാതയ്ക്ക് വേണ്ടി. ഇതിപ്പോ എത്ര സമയമായി? ഇതിപ്പോ രാവിലെ 9 മണിക്ക് തുടങ്ങി. ഭക്ഷണം കഴിച്ചോ? ഇല്ല, കഴിക്കില്ല. പട്ടിണിയായി രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് ഈ നേരം വരെ തന്നെയാണ് ഭക്ഷണം കഴിക്കില്ല. ഓക്കെ, എനിക്ക് കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ല. ഞാനൊരു യൂട്യൂബറാണ്. ഈ വീഡിയോ ഇടുമ്പോൾ അതിന്റെ ഇടയിൽ കമന്റുകൾ വരും, എന്താണ് ഇതിന്റെ എന്നുള്ളത്. അനുകൂലിക്കുന്നുണ്ടെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിലും അത് നേരിടാൻ തയ്യാറാണ്. കാരണം എല്ലാവരും തിരക്കിലല്ല, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ നമ്മളെപ്പോ നമ്മളൊക്കെ പ്രതികരിക്കണം. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവരൊന്നല്ല. നമ്മൾ ടാക്സ് കൊടുക്കണു. എന്റെ മെയിൻ ആയിട്ടുള്ള ഇത് വെച്ചാൽ ടോൾ പ്ലാസയില് നല്ല പിരിവ് നിർത്താം. അതായത് ഈ റോഡ് റെഡിയാവുന്നവരെ നമ്മൾ വാഹനങ്ങൾക്ക് ഉള്ള നികുതി കൊടുക്കാതിരിക്കുക. അതിന് റോഡ് വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയതിന് ശേഷം ടോൾ ആരംഭിച്ചോട്ടെ. അതാണ് ഇതിന്റെ. ഇപ്പൊ മനസ്സിലായി, ഇപ്പോഴാണ് കാര്യം പിടി കിട്ടിയത്. ശരി എന്നാ, താങ്ക് യു. പേരെന്താ? ജയൻ ജോസഫ് പട്ടത്ത്. ഓക്കെ.